എൻ്റെ മോളെ നിങ്ങൾ നിക്കർ മാത്രം ഇട്ട് നടന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല. ആണുങ്ങൾക്കിടെ തുട കാണും, അവർക്ക് കുഴപ്പമില്ല. പിന്നെ പിള്ളേരെ തുട കണ്ടായിരുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ടോ, ചെറിയ നിക്കർ തന്നെ ഇട്ടാൽ മതി. യാത്ര ചെയ്യണമെന്ന് ഞാൻ മരിക്കുന്നവരെ എൻ്റെ യാത്രയുണ്ടെന്നുള്ള പ്രാന്ത് തീരില്ല. ഈ കാശ് വെച്ചോണ്ടിരുന്നിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ള പൈസ മുഴുവൻ മക്കൾക്ക് കൊടുക്കണമെന്നില്ലല്ലോ. എൻ്റെ ബർത്ത്ഡേ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് കേക്ക് ലണ്ടനിൽ വെച്ചാണ്. അത് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് എടാ ഇതാണ് എന്നെ ഇത്രയും ചീത്ത, കാരണം അവിടെ ഒരുപാട് യാത്ര ചെയ്തു. അതുകൊണ്ട് സന്തോഷം കിട്ടണ ഒരു യാത്രയെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എൻ്റെ പ്രായമുള്ളവരോട് ഞാൻ അതാ പറഞ്ഞത്, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകും, എൻജോയ് ചെയ്യണം എപ്പോഴും ലൈഫ്, ചെയ്യണം. ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ഇരുമ്പനം ചിത്രപ്പുഴയ്ക്ക് അടുത്തുള്ള ഒരു പലചരക്ക് കടയുടെ മുമ്പിലാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പലചരക്ക് കട നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നത്. ഒരു ഫാമിലി വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും അല്ലേ. പക്ഷേ ഒരു പലചരക്ക് കട നടത്തി അതിൻ്റെ വരുമാനം കൊണ്ട് 12ഓളം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഒരു വീട്ടമ്മയെ കാണാനാണ് നമ്മളിത് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെട്ടാലോ. അപ്പോ മോളി ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാധാരണ ഒരു സ്ത്രീക്ക് വളരെ ഇമ്പോസിബിൾ ആണ്, സാധാരണ നമ്മുടെ നാട്ടിലൊരു വീട്ടമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ ഒരു കാര്യമാണ് ചെയ്ത് കാണിച്ചത്. ഇത്രയും രാജ്യങ്ങൾ പോയിട്ട് കറങ്ങി വന്നു. എത്ര രാജ്യങ്ങൾ കണ്ടു ശരിക്കും? 10 ദിവസം യൂറോപ്പ് പോയി, പിന്നെ സിംഗപ്പൂർ മലേഷ്യ 7 ദിവസം പോയി, ഡൽഹി ആഗ്ര ജയ്പൂർ 7 ദിവസം പോയി, ലണ്ടൻ 15 ദിവസം പോയി, 15 ദിവസം പോയി, പിന്നെ അമേരിക്ക 15 ദിവസം പോയി. ഓക്കെ. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം, ഒരു ധൈര്യം എന്തായിരുന്നു? ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പോണ ആളുകൾക്ക് മനുഷ്യരാണല്ലോ പോണത്. അപ്പം അതുകൊണ്ട് ഞാൻ അറിയില്ലാത്ത ആദ്യം ഒരു ട്രിപ്പ് പോയപ്പോൾ ഉള്ള ആളുകളെ അറിയണവരുള്ളൂ. പിന്നത്തെ പ്രാവശ്യം പോയപ്പോൾ നമ്മളിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സമയമാകുമ്പോൾ അവർ വിളിക്കും. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും കാണാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ റൂം ഷെയർ ചെയ്യാൻ തന്നെ. പക്ഷെ എന്നാലും നമ്മൾ അവരായിട്ട് നേരത്തെ മുതൽ പോകുന്നതിന് 1 മാസം മുമ്പ് മുതൽ അവരായിട്ട് ഫോണിൽ കൂടി സംസാരിച്ച് നമ്മൾ അങ്ങനെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കും അവരായിട്ട്. യാത്രയിൽ കൂടെ അവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറും. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ്? പിന്നെ ഇപ്പോഴും ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പുതിയ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? പുതിയ യാത്ര ഇപ്പൊ ഒന്നുമില്ല, കാരണം യാത്ര ചെയ്യണമെന്ന് ഞാൻ മരിക്കുന്നവരെ എൻ്റെ യാത്രയുണ്ടെന്നുള്ള പ്രാന്ത് തീരില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ യാത്ര ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പൈസ US പോയപ്പോൾ ഒരുപാട് പൈസയായി. അപ്പോൾ അതിൻ്റെ വളയൊക്കെ പണയം വെച്ചിട്ടാണ് 3 വളയം വെച്ചിട്ട് പോയത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇടിപ്പിക്കണം. അതൊക്കെ അതിനുശേഷം ഇനി അടുത്ത യാത്ര പ്ലാൻ. അതെ, എന്നാലും ഇനി വിദേശയാത്ര പോകാൻ സാധിക്കുന്നില്ല, കാരണം ഈ ലക്ഷങ്ങൾ മുടക്കി പോകാനായിട്ടില്ല. ഇനി ഇന്ത്യ എവിടെയെങ്കിലൊക്കെ ബാക്കിയുള്ള യാത്രകൾ അതിന് ആഗ്രഹമുള്ളു. യാത്ര പോകും. ഇന്ത്യയിൽ ഇനി 2-3 സ്ഥലമല്ലേ, ഡൽഹി ആഗ്ര ജയ്പൂരല്ലേ പോയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹം